റോമാലേഖനം 5:17 ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മനുഷ്യൻ ചരിത്രത്തിലുടനീളം ശ്രമിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം മരണത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതായിരിക്കും. ഇന്നുവരെയും ഒരു വിധത്തിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാരീരിക മരണത്തിന് കാരണമാകുന്ന മൂലകാരണങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുള്ളപ്പോഴും അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല. മനുഷ്യൻ ശാസ്ത്രബുദ്ധി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ വിസ്മയനീയമാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും മരണത്തിന് മാത്രം മറുമരുന്ന് കണ്ടെത്താനാകാത്തത്? ശാസ്ത്രീയ വിശദീകരണങ്ങൾ പലതുണ്ടായിരിക്കാം. എന്നാൽ ബൈബിൾ പറയുന്നു, മരണം മനുഷ്യനിൽ വാഴാൻ കാരണം ഏക മനുഷ്യൻ്റെ ലംഘനമാണ്. ആദാമിൻ്റെ പാപമാണ് ഇവിടെ പറഞ്ഞതെന്ന് വ്യക്തം. എല്ലാ മനുഷ്യരുടെയും തുടക്കം ആദാമിൽ നിന്ന് ആണ്. ആദം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം മുന്നറിയിപ്പ് നൽകിയതുപോലെ മരണം അവനിൽ കടന്നു. ആദാമിൻ്റെ വംശം മുഴുവൻ മരണത്തിന് വിധേയമായി. ഈ മരണം എന്നത് ശരീരത്തിൻ്റെ മരണം മാത്രമല്ല, ആത്മാവിൻ്റെ മരണം കൂടെയാണ്. ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം മനുഷ്യന് നഷ്ടമായി. തത്ഫലമായി എന്നേക്കും ദൈവത്തിൽ നിന്ന് വേർപെടുകയും ശാരീരിക മരണത്തിന് ശേഷം ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യശിക്ഷാവിധി അനുഭവിച്ച് നിത്യനരകത്തിൽ കഴിയുകയും ചെയ്യും. ഇതിന് ഒരു പരിഹാരം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകണം. മരിച്ചതിന് ശേഷം ഏതൊരാൾക്കും തൻ്റെ മരണത്തിന് പരിഹാരം വരുത്താൻ സ്വയം കഴിയുകയില്ലല്ലോ. പക്ഷെ അതിനുള്ള പരിഹാരം കണ്ടെത്താനും മനുഷ്യൻ പ്രാപ്തനല്ല. ഇവിടെ ദൈവം തന്നെ വീണ്ടും മനുഷ്യനെ സഹായിച്ചു. തൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ജീവനിൽ വാഴാൻ വഴിയൊരുക്കി. മനുഷ്യൻ ലംഘനം നടത്തി മരണവിധേയനായെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു പൂർണ്ണ അനുസരണത്താൽ ജീവനിൽ വാഴാൻ അവസരമൊരുക്കി. ഇതിനുള്ള വ്യവസ്ഥ വിശ്വാസമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ജീവനിൽ വാഴാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.